ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഈസി ആയിട്ടൊരു ഗ്രീറ്റിംഗ് കാർഡ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് 2 A4 സൈസിലുള്ള ചാർട്ട് പേപ്പറാണ്. അപ്പോൾ ഏത് കളറായാലും പ്രശ്നമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കുക. അതിൽ ഒരു A4 എടുത്ത് ഇതുപോലെ മടക്കിയെടുക്കുക. ഇനി ഒരു 3 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 11 സെൻറ്റിമീറ്ററിലും ഒന്നിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ആറര സെൻറ്റിമീറ്റർ വീതിയിലും ഇതുപോലെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി അതിനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത ഭാഗത്തിന് ഇതുപോലെ അങ്ങനെ അകത്തേക്കൊന്ന് മടക്കിയെടുക്കാം. നിങ്ങളെൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് തന്നെ മടക്കിയെടുക്കുക. ഇപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ ചാർട്ടിൽ വെച്ചിട്ട് അതിനൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതാ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോപ്പപ്പ് കാർഡാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നമുക്ക് അതിൽ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഹാർട്ട് ഷേപ്പുകൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഫ്രീ ഹാൻഡായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ആ കട്ട് ചെയ്തെടുത്ത ഹാർട്ട് ഷേപ്പൊക്കെ ചെറിയ പേപ്പർ സ്ട്രിപ്പിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ കുറച്ച് കൂടുതൽ തന്നെ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു 22 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് 4ആയിട്ട് 5 സെൻറ്റിമീറ്ററിൽ ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുക. ഇതുപോലെ മടക്കിയെടുത്ത് അതിനൊരു സ്ക്വയർ ഷേപ്പിലാക്കി എടുക്കണം. ആ 2 സെൻറ്റിമീറ്റർ ഞാൻ എക്സ്ട്രാ ഇട്ടിട്ടുള്ളതാണ് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഇതുപോലെ സ്ക്വയർ ഷേപ്പിൽ ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഗിഫ്റ്റ് റാപ്പ് ചെയ്യുന്ന പേപ്പറാണ്. അപ്പോൾ അത് നമുക്കവിടെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ സ്ക്വയർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഈ ഗിഫ്റ്റ് ബോക്സ് പോലെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അതിൻ്റെ സൈസിന് കറക്റ്റായിട്ട് 2 പേപ്പർ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഹാർട്ട് ഷേപ്പുകളൊക്കെ ഇതിൻ്റെ അകത്ത് ഒട്ടിച്ചു കൊടുക്കാം. ഫസ്റ്റിൽ ആ ഗിഫ്റ്റ് ബോക്സിൻ്റെ അകത്തായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സ്ക്വയർ ഷേപ്പിൻ്റെ അകത്തും പുറത്തൊക്കെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ഞാനൊരു 14 സെൻറ്റിമീറ്ററിൽ നീളത്തിൽ ഒരു പേപ്പറും കൂടെ കട്ട് ചെയ്തെടുത്തിട്ട് ഒരു ചെറിയ സ്ക്വയറും കൂടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മറ്റേ സ്ക്വയർ ഉണ്ടാക്കിയപ്പോൾ തന്നെ ഞാൻ ഒട്ടിച്ചു കൊടുക്കണമെന്ന് വിചാരിച്ചിരുന്നതാണ്, ഞാൻ വിട്ടുപോയി. അപ്പോൾ മറ്റേ സ്ക്വയറിൻ്റെ കുറച്ച് മുകളിലായിട്ട് ഇതും കൂടെ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ ആ ചെറിയ സ്ക്വയറിലും ഹാർട്ട് ഷേപ്പുകൾ ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾ കാർഡ് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ ആദ്യം ഇതുപോലെ ഹാർട്ട് ഷേപ്പുകൾ ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് കാർഡ് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളെ കാർഡ് പെട്ടെന്ന് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതാ ഹാർട്ട് ഷേപ്പൊക്കെ ഞാൻ അങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു കളർ പേപ്പർ വെച്ചിട്ട് റെഡ് കളർ പേപ്പർ വെച്ച് കുറച്ച് ഹാർട്ട് ഷേപ്പും കൂടെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് കളർ പെന്ന് വെച്ചിട്ട് ഹാർട്ട് ഷേപ്പുകൾ വരഞ്ഞു കൊടുത്താലും മതി. ഇനി കാർഡിൻ്റെ പുറത്ത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഹാർട്ട് ഷേപ്പും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറൊക്കെ യൂസ് ചെയ്യാം കേട്ടോ ഇതിന്. ഇതുപോലുള്ള ഒരുപാട് കാർഡുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ബർത്ത്ഡേക്കും വാലന്റൈൻസ് ഡേക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാർഡുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. A4 ഷീറ്റ് മാത്രം വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കാർഡൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരൊന്നും കൂടെ ഒന്ന് പോയി കണ്ട് നോക്കൂ. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതുപോലെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തും കൊടുക്കാം. ഹാർട്ട് ഷേപ്പുകൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഓരോ പീസും ഒന്നിൻ്റെ അകത്തായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഒരു 3D ഹാർട്ട് ഷേപ്പിലുള്ളതാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനാകെ 4 പീസ് എടുത്തിട്ടുള്ളൂ. കുറച്ച് കൂടുതൽ പീസ് കൂടെ ഒക്കെ എടുക്കുകയാണെങ്കിൽ നല്ല കളർഫുള്ളായിട്ടുള്ള കളേഴ്സ് വെച്ചിട്ടാണെങ്കിൽ ഒന്നുകൂടെ ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഒന്നുകൂടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് രണ്ടും നമുക്കതിൽ ഒട്ടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇത് മദേഴ്സ് ഡേ സ്പെഷ്യലായിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ബർത്ത്ഡേക്കോ അല്ലെങ്കിൽ വാലന്റൈൻസ് ഡേ ആനിവേഴ്സറി അതിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു കാർഡാണ്. ആ ഹാർട്ട് ഷേപ്പ് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുക എന്നുള്ള ഒരു പണി തന്നെയുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോട്ട്സൊക്കെ എഴുതാം. അപ്പോൾ ഞാനതിൽ ജസ്റ്റ് ഹാപ്പി മദേഴ്സ് ഡേ എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.
അതുപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് കണ്ടിട്ട് പിക്ചേഴ്സൊക്കെ എനിക്ക് വാട്സപ്പ് വഴി സെൻഡ് ചെയ്ത് തന്നെ. വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കുക. ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാറുള്ളത് ആഴ്ചയിൽ 3 ദിവസമാണ്. ട്യൂസ്ഡേ, തേഴ്സ്ഡേ, സാറ്റർഡേ ഇന്ത്യൻ ടൈം 4 മണിക്കും UAE ടൈം 2:30ക്കുമാണ്. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് ഞാൻ വരാം. താങ്ക് യു.